ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചൊറിച്ചിൽ കൊണ്ടും ഇൻഫെക്ഷൻ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾക്ക് അത് പറയാൻ പറ്റാത്ത ചൊറിച്ചിലുണ്ടോ? ശരീരത്തിൽ ചൂടുകുരുക്കളും അതിൻ്റെ കറുത്ത പാടുകളും മാറാതെ നിൽക്കുവാണോ? അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു മരുന്നാണ്. മരുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ളൊരു മരുന്നാണ്. അപ്പോൾ ഇത് അറിയാത്തവർ കാണും, അറിയുന്നവർ കാണും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്കും എൻ്റെ അമ്മയ്ക്കും ഈ ചൊറിച്ചലുണ്ട്. ഈ ചൂടിൻ്റെ നല്ല ചൊറിച്ചലും ചൂടുകുരുക്കളും കാരണം ഞങ്ങൾ പൊറുതിമുട്ടി. അപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ ഉള്ളൊരു സംഭവം വെച്ചിട്ട് അത് മാറ്റാൻ പറ്റും. നമുക്കത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നമ്മളിത് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങളും അതുപോലെ ഈ ഫംഗലും ചൊറിച്ചിലൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ എന്താണെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതുണ്ട്, നമ്മുടെ വീട്ടിൽ ആര്യവേപ്പ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ആര്യവേപ്പ് അവരോട് ചോദിച്ചിട്ട് നമ്മൾ പറിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി അത് ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ്. കാരണം അമ്മയുടെ ദേഹത്തും എൻ്റെ ദേഹത്തും മൊത്തം ഈ വേനലായതുകൊണ്ട് മൊത്തത്തിൽ ചൂടുകുരു വന്നിട്ട് ചൊറിച്ചൽ അമ്മ ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സംഭവം തേച്ചിട്ടാണ് അമ്മയുടെ കംപ്ലീറ്റ് മാറിയത്. അപ്പോൾ ചൊറിച്ചിലും ചൂടുകുരും ചൊറിച്ചിലും ഉള്ളവർ ഇത് മസ്റ്റായിട്ട് ചെയ്യണം. ഇതിപ്പോൾ എങ്ങനെ നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആര്യവേപ്പ് നമ്മൾ നല്ല ആര്യവേപ്പാണ്. ഈ ആര്യവേപ്പിൻ്റെ കാറ്റ് കൊള്ളുന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആര്യവേപ്പ് ഇതുപോലെ ആര്യവേപ്പ് വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ചെയ്യണം. ഈ ഒരു ആര്യവേപ്പ് പറിക്കുക. ഇതുപോലെ നമ്മൾ ഇലകൾ അടർത്തിയെടുക്കണം. അല്ല, ഇതുപോലെ ആര്യവേപ്പ് നമ്മൾ അടർത്തിയെടുക്കണേ. ഇങ്ങനെ അടർത്തിയെടുക്കുക. അപ്പോൾ നമ്മളിത് കണ്ടോ, കുറച്ചധികം ആര്യവേപ്പ് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അരച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളപ്പോൾ മാത്രം മിക്സ് ചെയ്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ വീട്ടിൽ ആര്യവേപ്പ് ഉള്ളവരാണെങ്കിൽ ആവശ്യ സമയത്ത് മാത്രം എടുത്താൽ മതി. ഇപ്പം നമ്മുടെ വീട്ടിൽ അതെ ഉണങ്ങിപ്പോവും. ആവശ്യ സമയത്ത് മാത്രം എടുത്താൽ മതി. നമുക്കത് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ അരച്ച് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാൻ വേണ്ടിയാണ്. അമ്മ അത് പറിച്ചിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല വേനലാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നമ്മളെപ്പോലെ ചൂടുകുരും അതുപോലെ ചൂടുകുരും ഇല്ലാഞ്ഞിട്ട് പോലും ചൊറിച്ചിലുള്ളവരുണ്ടാവുമല്ലോ, ചൂടിൻ്റെ ചൊറിച്ചിൽ. അപ്പോൾ അങ്ങനെയുള്ളവരും ഈ ആര്യവേപ്പ് ഇതുപോലെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വെറുതെ അരച്ച് തേച്ചാലും കുഴപ്പമില്ല, അരച്ച് തേക്കുന്നത് വളരെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നമ്മൾ ചെറുതെല്ലാം നമ്മൾ എടുക്കുക, നമുക്ക് ആര്യവേപ്പ് കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് ഇത് അടിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ക്രീമി പരുവത്തിന് നമുക്കിത് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റി അടച്ച് വയ്ക്കാം ഫ്രിഡ്ജിൽ. ഇപ്പോൾ നമുക്ക് ആര്യവേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിൽ നിന്നാണ് കുറച്ച് പറിച്ചെടുത്ത് അരച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ആര്യവേപ്പ് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. അവർ ആ ടൈമിൽ അരച്ചെടുത്ത് ദേഹത്ത് പുരട്ടിയാൽ മതിയായിരിക്കും. ഇതിങ്ങനെ അരച്ചെടുക്കുക. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുണ്ടോ, ഈ ക്രീം പരുവത്തിന് കിട്ടണേ. കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അരയ്ക്കേണ്ടത്. എന്നാൽ നമുക്ക് ഈ പരുവത്തിന് കിട്ടുള്ളൂ. എന്നുവെച്ചാൽ അധികം വെള്ളം ആവരുത്. അധികം വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇത് അരയത്തില്ല. അതിന് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കംപ്ലീറ്റ് തികയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിലും കുറച്ചുകൂടി മുഴുത്തൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാറ്റാൻ വേണ്ടി പോവാം. കാരണം ഇപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്നതും കൂടി ആകുമ്പോൾ ഇത് ഫുള്ള് നിറഞ്ഞ് കംപ്ലീറ്റ് ആവും. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഫൈനായിട്ട് അരച്ചെടുക്കണം. അത് മീഡിയം വെള്ളം ഒഴിച്ച് ഇപ്പം നമ്മൾ എന്തോരം ഇലയാണ് മിക്സിയിലേക്ക് ഇടുന്നത് അതിൻ്റെ പകുതി കുറച്ച് വെള്ളം എടുത്ത് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം കിടന്നു കഴിഞ്ഞാൽ അരയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമായി പോകും, അരയാൻ പാടാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ.
ഇത് അരിച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇതിലോട്ട് നമ്മൾ വേറൊരു സംഭവം കൂടി, മെയിൻ സംഭവം ഇടാൻ വേണ്ടിയിട്ടുണ്ടേ. വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിപ്പൊടി എന്തിനാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരിപ്പൊടി ഇതും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴല്ലോ ഇത് നന്നായിട്ട് നമ്മുടെ ദേഹത്ത് ഡ്രൈ ആവും, ഉണങ്ങി പിടിക്കുമല്ലോ. ഉണങ്ങി പിടിച്ച് കഴിഞ്ഞ് നമ്മളിത് കുളിക്കാൻ നേരം ആയിരിക്കും ഇത് തേക്കുന്നത്. ഇപ്പോൾ ദേഹത്തൊക്കെ ചൊറിച്ചിലുള്ളവരാണെങ്കിൽ ശരീരത്തിൽ മൊത്തം ഇത് തേക്കാട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫേസിൽ മാത്രമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് അരിപ്പൊടിയായി മിക്സ് ചെയ്തിട്ട് തേക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് നമുക്കിത് തേച്ചൊലിച്ച് കളയാൻ പറ്റും. അപ്പോൾ ഫേസിൽ ഈ ദേഹത്തൊക്കെ ചൂടുകൂരുള്ളവരുടെ ആ ചൂടിൻ്റെ ആ ഒരു കുരുക്കളുടെ ഒരു പാടുണ്ടല്ലോ, അത് നന്നായിട്ട് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരയ്ക്കുമ്പോൾ ആ ഒരിച്ചതങ്ങ് പൊക്കോളും. ഈ സംഭവം ഇടുമ്പോൾ പയറുപൊടി ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്യാവേ, കടലപ്പൊടിയോ. ഇപ്പോൾ ഞാൻ ഇടുന്ന അരിപ്പൊടിയോ, കാരണം ഇതൊക്കെ ഇത് ശരിക്കും വലിയുമ്പോൾ നമുക്ക് ഒരച്ച് നന്നായിട്ട് കളയാൻ പറ്റും. മെയിൻ നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ, ഈ ചൂടിൻ്റെ ചൊറിച്ചിലുണ്ടെങ്കിൽ മെയിനായിട്ടും ഇത് ശരിക്കും മാറി കിട്ടും. നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ ഇത് പറയുന്നത് നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു. കാരണം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടം പോലെ പേർക്ക് ചൊറിച്ചിലുണ്ട്. ചൂടിൻ്റെയാണ്, വേറെ ഒന്നുമല്ല, ചൂടുകുരുവും ചൊറിച്ചിലും മെയിൻ ഇതിൻ്റെ. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ അരിപ്പൊടി ഇടാൻ പോവുകയാണ്. അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുക. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ സീസണിൽ ചൂട് ഭയങ്കരമാണ്. അപ്പോൾ വേറെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും ഇത് അടിപൊളിയാണ് കേട്ടോ. ഗൈസ്, ഇത് കണ്ടോ, കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാം. ഇപ്പോൾ അമ്മ നൈറ്റ് ഇത് ദേഹത്ത് പുരട്ടിയിട്ടാണ് കുളിക്കുന്നത്. നൈറ്റൊക്കെ ഭയങ്കര ചൊറിച്ച്, നമുക്ക് ചൂടെടുക്കുമ്പോൾ ചൊറിയും. അപ്പോൾ ഞാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ബൗളിലോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിപ്പൊടി ഇടാൻ പോവാം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് അരച്ച് വെച്ച ഈ ആര്യവേപ്പിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ടിട്ടില്ല. അത് വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാവേ. പിന്നെ ഉണ്ടല്ലോ, പച്ചമഞ്ഞളുള്ളവരാണെങ്കിൽ അതും കൂടി ഒന്ന് അരച്ച് അതിലേക്ക് ഇടുവാണെങ്കിലേ വേറെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ട്, ഇൻഫെക്ഷനോ ഫംഗലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യും. ഞാൻ പറയുന്നത് വെറുതെ അല്ല, നല്ല യൂസ്ഫുള്ളാണ്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അരിപ്പൊടി ഇതിനകത്തേക്ക് ഇടുവാണ്. പയറുപൊടി ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് ഇടുന്നത്. അരിപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോകും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലൊരു കട്ടിയായിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ഇട്ടുകൊണ്ടാണ്. കുറച്ചുകൂടി വേണമെങ്കിൽ ഇടാം. ഞാൻ പാകത്തിന് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ശരീരത്ത് നമ്മുടെ സ്കിന്നിലേ തേക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഈ ചൊറിച്ചിലുള്ളവർ ഇത് മെയിനായിട്ട് ഇത് ചെയ്തോ, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടോ. നിങ്ങൾക്ക് നെഗറ്റീവ് ഒന്നും പറയണ്ടാവില്ല. സൂപ്പർ സംഭവം. കാരണം എനിക്ക് അടിപൊളിയായതുകൊണ്ടാണ് ഞാൻ പറയണത്. എൻ്റെ അമ്മയുടെ ദേഹത്ത് നിറച്ച് ചൂടിൻ്റെ കുരു വന്നിട്ട് നിറച്ച് കറുത്ത പാട് പൊങ്ങി നിൽക്കുമായിരുന്നു. അമ്മയുടെ ശരിക്കും മാറി. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ശരീരത്ത് നന്നായിട്ട് തേച്ച് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. കണ്ടോ, ഈ ബൗളിലുണ്ടല്ലോ ഞാൻ അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ആര്യവേപ്പും വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സ്കിന്നിൽ തേക്കാൻ വേണ്ടിയിട്ട് കുളിക്കുന്നതിന് മുമ്പ് തേക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം നമുക്ക് ശരീരത്തെ എല്ലായിടത്തും ഇപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിലും നമുക്ക് വേർക്കുമല്ലോ, അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അറിയാവുന്നവർക്ക് അറിയുമ്പോൾ ചൊറിച്ചിൽ വേറെ ഒന്നിൻ്റെ അല്ല, ഈ ചൂടിൻ്റെ തന്നെയാണത്. അപ്പോൾ ഇത് തേക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അരിപ്പൊടി ഇടണം കേട്ടോ. അരിപ്പൊടി ഇട്ട് അത് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ വലിഞ്ഞ് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് തേച്ച് കഴിയുമ്പോഴത്തേക്കും ചൂടുകുരു ഉള്ളവരാണെങ്കിൽ ആ ചൂടിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് മാറി കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യട്ടോ. സൂപ്പറാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ചൂട് ഭയങ്കരമാണ്, കുരുക്കൾ ഉണ്ടാകും. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി മാറിക്കിട്ടും. അപ്പോൾ അത് ചെയ്ത് നോക്കണേ. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ചൂട് കാരണം ചൊറിച്ചിലും ഫംഗൽ ഇൻഫെക്ഷനും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആര്യവേപ്പ് മാത്രം അരച്ചെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ പയറുപൊടിയോ ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ബെറ്റർ ആട്ടോ. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ ആര്യവേപ്പിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആര്യവേപ്പ് ബാക്ടീരിയയും ഫംഗലിനെയൊക്കെ നശിപ്പിക്കുന്നൊരു ബെറ്റർ സംഭവമാണ്. ഇത് വീട്ടിലുള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും. അവർക്ക് ഇതിൻ്റെ കാറ്റൊക്കെ കൊള്ളുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ആര്യവേപ്പിൻ്റെ കാറ്റ് കൊള്ളുന്നത് നല്ലതാണ്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്ന അറിവ് എനിക്കുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ചൂടാണ്, ചൂടുകുരുക്കളും ഫംഗൽ ഇൻഫെക്ഷനും ചൊറിച്ചിലും ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് എന്നിട്ടും നിങ്ങൾക്കിത് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി കാണാൻ കേട്ടോ. കാരണം ഫംഗലൊക്കെയാണ്, മൊത്തം സ്പ്രെഡായ പണിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുക. എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. പക്ഷേ ചൂടുകുരു ഉണ്ടെങ്കിൽ, ചൊറിച്ചിലുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും മാറും.
ഇത് നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്കത് അടിപൊളി വർക്കിംഗ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഫുള്ള് ചുടുകുരുമായിരുന്നു, നമ്മുടെ കയ്യിലും കഴുത്തിലും ദേഹത്തൊക്കെ ചൂടുകുരും. ഈ ചൂട് കൊള്ളുമ്പോൾ ചൊറിച്ചിലുണ്ടാകും. എൻ്റെ പൊന്നു രക്ഷയില്ലാത്ത ചൊറിച്ചിലാണ്. എൻ്റെ അമ്മ ഫുള്ള് ചൂടുകുരു മുങ്ങിയായിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഫുൾ ആ ചൂടുകുരുവിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, പൊങ്ങി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കറുത്ത കളർ, അത് കംപ്ലീറ്റ് മാറി. അമ്മ നന്നായിട്ട് ഡ്രൈ ആക്കി ഉണങ്ങിക്കഴിഞ്ഞാൽ അമ്മ തേച്ച് കുളിക്കുന്ന സ്ക്രബ്ബർ പോലെ. അപ്പോൾ അത് അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്കും ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.